ഓസ്ട്രേലിയയിൽ ക്ഷേമ പദ്ധതികൾ പൗരന്മാർക്ക് മാത്രമാക്കാൻ നീക്കം. കുടിയേറ്റ സമൂഹത്തിൽ ആശങ്കയേറുകയാണ്. പൗരത്വമുള്ളവർക്ക് മാത്രം സർക്കാർ സഹായങ്ങൾ എന്ന നിർദ്ദേശം വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. വിശദാംശങ്ങളുമായി ഓസ്ട്രേലിയയിൽ നിന്നും ലിജ ചാക്കോ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഓസ്ട്രേലിയൻ രാഷ്ട്രീയത്തിൽ കുടിയേറ്റവും വെൽഫെയർ സംവിധാനവുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദ ചർച്ചകൾ ഉയരുന്നു. പ്രതിപക്ഷ നേതാവ് ആംഗസ് ടേലർ അവതരിപ്പിച്ച പദ്ധതി പ്രകാരം സർക്കാർ സഹായങ്ങൾ ലഭിക്കാൻ ഓസ്ട്രേലിയൻ പൗരത്വം നിർബന്ധമാക്കണം എന്നതാണ് ആവശ്യം. ഈ നിർദ്ദേശത്തിൽ നാഷണൽ ഡിസബിലിറ്റി ഇൻഷുറൻസ് സ്കീം, ജോബ് സീക്കർ പേയ്മെന്റ്, ഏജ് പെൻഷൻ, പേരന്റൽ ലീവ് പേ എന്നിവ ഉൾപ്പെടെ 17ഓളം സെൻട്രൽ ലിങ്ക് വെൽഫെയർ പദ്ധതികൾ ഓസ്ട്രേലിയൻ പൗരന്മാർക്ക് മാത്രം പരിമിതപ്പെടുത്താനാണ് ലക്ഷ്യം. നിലവിൽ ഈ ആനുകൂല്യങ്ങൾ പെർമനന്റ് റെസിഡൻസിനും ലഭ്യമാണ്. ഈ പദ്ധതി നിലവിൽ വന്നാൽ പ്രധാനമായും ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അനുവദിക്കാത്തതിനാൽ അവിടങ്ങളിൽ നിന്നുള്ള PR ഹോൾഡേഴ്സിന് കഠിനമായൊരു തീരുമാനമെടുക്കേണ്ട സാഹചര്യമുണ്ടാകാം. ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാവാൻ അവർക്ക് സ്വന്തം രാജ്യത്തിന്റെ പൗരത്വം ഉപേക്ഷിച്ച് ഓസ്ട്രേലിയൻ പൗരത്വം തിരഞ്ഞെടുക്കേണ്ടി വരും. രാജ്യത്തോട് പ്രതിബദ്ധത കാണിക്കുന്നവർക്ക് മുൻഗണന എന്നതാണ് ഈ നയത്തിന്റെ പ്രധാന വാദമായി ആംഗസ് ടേലർ പറയുന്നത്. ഇത് നിലവിൽ പ്രതിപക്ഷത്തിന്റെ ഒരു നയപ്രസ്താവന മാത്രമാണ്. ഈ നിർദ്ദേശത്തെ സർക്കാർ ശക്തമായി വിമർശിച്ചു. പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി ഇത് സമൂഹത്തിൽ വിഭജനം സൃഷ്ടിക്കുന്ന നടപടിയാണെന്ന് ആരോപിച്ചു. എന്നാൽ കുടിയേറ്റ സമൂഹം ഈ നീക്കം ആശങ്കയോടാണ് കാണുന്നത്. പൗരത്വമില്ലെങ്കിലും വർഷങ്ങളായി നികുതി അടച്ച് സംഭാവന ചെയ്യുന്ന സ്ഥിര താമസക്കാരെ ഇത്തരത്തിൽ വേർതിരിക്കുന്നത് അനീതിയാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ലിജ ചാക്കോ, 24 ഓസ്ട്രേലിയ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.